ചന്ദ്രകാന്തും നമ്മുടെ നന്ദ ഇന്ദീവരത്തിൽ നിന്നും പടിയിറങ്ങുന്നു. പിങ്കി ഇന്ദീവരത്തിലേക്ക് പടി കയറുന്നു. അതേ പ്രേക്ഷകർ, അതിനുള്ള സൂചനകൾ തന്നെയായിരുന്നു ഇന്നത്തെ പ്രൊമോയിലും നമുക്ക് ഇന്ന് വരാൻ പോകുന്ന എപ്പിസോഡിലും കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. നമ്മുടെ നന്ദ ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല, ഒരിക്കലും നന്ദയ്ക്ക് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ സാധിക്കില്ല എന്ന് നമ്മുടെ ഡോക്ടർ വിധി എഴുതുന്നുണ്ട്. നന്ദയ്ക്കാണ് പ്രശ്നം, നന്ദയ്ക്ക് ഒരിക്കലും നന്ദയുടെ യൂട്രസ് അതിന് വില്ലിങ് അല്ല എന്ന് നമ്മുടെ ഡോക്ടർ വിധി എഴുതുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഗൗതവും നന്ദയും വീട്ടിൽ വന്ന് പൊട്ടിക്കരയുക കേട്ടോ. വല്യമ്മയാണെങ്കിൽ ഒരു കുഞ്ഞിനെ വേണം എന്നുള്ളൊരു കടുത്ത വാശിയിലാണ്. വല്യമ്മ അതിനു വേണ്ടി എന്തും ചെയ്യും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു അനന്തരാവകാശി കുടുംബത്തിൽ വേണം, ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് വേണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യുന്നു നമ്മുടെ വല്യമ്മ നമ്മുടെ നന്ദിയോട് പറഞ്ഞതും നന്ദി ഇങ്ങനെ ഓർക്കുകയാട്ടോ. നന്ദി ഇന്നത്തെ നമ്മുടെ ഗൗതം നേരത്തെ മേടിച്ചു വെച്ച ആ കളിപ്പാട്ടങ്ങളൊക്കെ കെട്ടിപ്പിടിച്ച് കരയുകയാട്ടോ. ഇനിയൊരു കളിപ്പാട്ടം നമ്മുടെ കുഞ്ഞിന് മേടിക്കാനും ഒരു കുട്ടിയെടുപ്പ് മേടിക്കാനും എനിക്ക് സാധിക്കില്ലല്ലോ, ഞാനും ഒരു അമ്മയില്ലാതെ വളർന്നതാണ്, എനിക്കും ഒരു അമ്മയാകാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്ന ഒരു നിമിഷങ്ങളാട്ടോ പ്രേക്ഷകരെ ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ലക്ഷ്മി അപ്പി ഇതൊക്കെ നമ്മുടെ മഹേശ്വരന്റെ അടുത്ത് പറയുന്നുണ്ട്, നന്ദയ്ക്ക് ഇനി ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ സാധിക്കില്ല എന്നപ്പം നമ്മുടെ മഹേശ്വരൻ പറയുന്നുണ്ട്, ഇവിടെ തരന്തരാവകാശി നന്ദയിലൂടെ വേണമെന്ന് ഇവിടെ ആർക്കും വാശിയില്ല എന്ന്. അതിനർത്ഥം നമ്മുടെ നന്ദ പ്രസവിക്കില്ല എന്നുള്ളൊരു സത്യം നമ്മുടെ വല്യമ്മയോ ഇന്ത്യവരത്തിലുള്ള മറ്റുള്ളവരൊക്കെ അറിഞ്ഞാല് നന്ദയെ അവിടെ നിന്നും പടിയിറക്കും. അതിൽ വല്യമ്മ ഒരു ദാക്ഷിണ്യം കാണിക്കില്ല. നമ്മുടെ പിങ്കിയെ പടിയിറക്കിയത് തന്നെ നമ്മുടെ നന്ദയുടെ കൊച്ചിനെ ഇല്ലാതാക്കിയത് കൊണ്ടാണ്, ആ ഒരൊറ്റ കാരണത്താലാണ്. അപ്പൊ നന്ദ ഇനി പ്രസവിക്കില്ലെന്ന് അറിഞ്ഞാൽ നന്ദയെയും ഒരു മനസാക്ഷിയും ഇല്ലാതെ നമ്മുടെ വല്യമ്മ പുറത്താക്കും. പിന്നീട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അപ്പൊ നമ്മുടെ വീക്കിലി പ്രൊമോയിൽ നമ്മൾ കണ്ടു കാണും നമ്മുടെ പിങ്കി തിരികെ ഇന്ത്യവരത്തിലേക്ക് വരുന്നത്. ഇനി നമ്മുടെ ഇന്ത്യവരത്തിലെ ആൾക്കാരുടെ ലക്ഷ്യം നമ്മുടെ ഗൗതവും പിങ്കിയുമായിട്ട് നേരത്തെ പ്രണയത്തിലായിരുന്നല്ലോ. പിങ്കി ആണെങ്കിൽ ഇപ്പോൾ ഒരു ജീവിതം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പിങ്കിയെ തിരികെ ഇന്ത്യവരത്തിലേക്ക് കൊണ്ടുവന്ന് പിങ്കിയിലൂടെ ആ ഒരു തലമുറ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിലാട്ടോ നമ്മുടെ ഇന്ത്യവരത്തിലെ മറ്റാൾക്കാര്. അപ്പൊ ഇന്ത്യവരത്തിൽ ഇങ്ങനെ കൊടും ക്രൂരതകൾ ഒന്നിന് പിന്നാലെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അല്ലെ. അർജുന്റെ മരണത്തിന് ശേഷം ഇന്ത്യവരത്തില് മൊത്തത്തില് ഇതൊക്കെ വല്ലാത്തൊരു സംഭവങ്ങൾ തന്നെയാണ്. നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ പ്രേക്ഷകരെ. എന്തായാലും നമുക്ക് നോക്കാം. ചന്ദ്രകാന്തം കഥ ഭയങ്കരമായിട്ട് ബോറാകുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല കേട്ടോ. കാരണം അർജുന്റെ മരണത്തിന് ശേഷം കഥ ഭയങ്കര കുത്തിനെ താഴോട്ടാട്ടോ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കഥാമാറ്റവും പ്രേക്ഷകർക്ക് അങ്ങോട്ട് അത്രയ്ക്കും ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു കഥാമാറ്റം തന്നെയാണ് നമ്മുടെ നന്ദ ഇന്ത്യവരത്തിൽ നിന്നും പടിയിറങ്ങുന്ന നിമിഷങ്ങളൊക്കെ. എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. എല്ലാ അപ്രതീക്ഷിത ട്വിസ്റ്റും വല്ലതും ഒളിച്ചിരിപ്പുണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.